ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എ സി സിയിൽ കുറച്ച് മാസീവ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി എനിക്കറിയാം ഇത് കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം ബാക്കി എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. സ്റ്റിൽ കുറേ പേര് ഇതിനെപ്പറ്റി ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം സിദ്ധാർത്ഥ്. ഞാൻ ഒരു എസ് സി എ പാർട്ട് ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ കറന്റ് അലാൻസ് കാലിക്കറ്റ് എൻ്റെ SBR പേപ്പറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ബ്രീഫായിട്ടൊന്ന് പറയും. എന്നിട്ട് അതിൻ്റെ എൻഡിൽ അതിൽ എനിക്ക് പറയാനുള്ള ഒപ്പീനിയനും അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഫസ്റ്റ് പാർട്ട് മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചേഞ്ചസ് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചേഞ്ചസ് വരുന്നത് 2027 സെപ്റ്റംബർ തൊട്ടിട്ടാണ്. സോ ഇപ്പോൾ പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ സ്കിൽ ലെവൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഇതൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ACCയിൽ കറന്റ്ലി ഉള്ളത് 3 നോളജ് ലെവൽ പേപ്പേഴ്സും 6 സ്കിൽ ലെവൽ പേപ്പേഴ്സും 4 പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സും ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോളജിൽ വന്നുകൊണ്ടിരുന്നത് BT, FA, MA ഈ 3 പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ BT എന്ന് പറഞ്ഞ പേപ്പറിനെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം ലോ എന്നുള്ള പേപ്പറിനെ നോളജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ഐക്കണിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് സിലബസിനെ വെട്ടിപ്പൊളിച്ച് പറയാനൊന്നും പറ്റില്ല, എത്രയോ ടൈം എടുക്കും. അപ്പോൾ അത് കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒന്നും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൽ ലെവൽ ഉണ്ടായിരുന്ന ലോ പേപ്പറിനെ എടുത്തിട്ട് K ലെവലിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പേപ്പർ നോളജ് ലെവൽ കുറഞ്ഞു കിട്ടി. അതിന് പകരമായിട്ട് നമുക്കിപ്പോൾ റെസ്പോൺസിബിൾ ബിസിനസ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും കൂടി അഡീഷണൽ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്തെങ്കിലേ നമുക്ക് സ്കിൽ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആദ്യം ഈ ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് BT തന്നെയാണ്. അക്കോർഡിംഗ് ടു ദ ന്യൂ സിലബസ് നമുക്ക് പഠിക്കാനുള്ളത് 5 സ്കിൽ ലെവൽ പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ആകെ ഒരു പേപ്പർ മാത്രമേ അങ്ങനെ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതിൽ നെയിമിന് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ, സംഭവമൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് വന്നിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. 2027 തൊട്ടിട്ട് നമുക്ക് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടാവില്ല. അതിന് പകരം പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് FM പേപ്പർ, അതിനൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് നെയിമിൽ. ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അത് സിലബസിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് നെയിമിൽ ഒന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഓഡിറ്റിലും അതേപോലെ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് മാറ്റിയിട്ട് ഓഡിറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ എന്നാക്കി. അതൊക്കെ നെയിമിലുള്ള ആ ഒരു വ്യത്യാസം തന്നെ ഉള്ളൂ, അല്ലാതെ അതിലൊന്നും സിലബസിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്കിൽ ലെവൽ കഴിഞ്ഞ ഉടനെ നമ്മൾ ഡിജിറ്റൽ ടെക് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളും കൂടി എഴുതേണ്ട ആവശ്യമാണ്. പിന്നെ P ലെവൽ പേപ്പേഴ്സിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്കിപ്പോൾ കറന്റ്ലി ചെയ്യേണ്ടത് 4 P ലെവൽ പേപ്പേഴ്സ് ആണ്. അതായത് 2 മാൻഡറ്ററി പേപ്പേഴ്സ് SBR ആൻഡ് SPL. അതിന് പുറമെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ 2 എണ്ണം ഏതെങ്കിലും സെലക്ട് ചെയ്ത് അങ്ങനെ എഴുതാം. അങ്ങനെയാണ് 2027 വരെ. പക്ഷെ പുതിയ സിലബസ് പ്രകാരം നമുക്ക് ആകെ 3 പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് എഴുതിയാൽ മതി. ഇതിൽ 2 എണ്ണം ഈ പറഞ്ഞ പോലെ തന്നെ SBR, SPL മാൻഡറ്ററി ആയിട്ടുള്ള പേപ്പേഴ്സ്. അതിന് പുറമെ നമുക്ക് 5 ഓപ്ഷൻസിൽ നിന്ന് ഒരെണ്ണം എഴുതിയാൽ മതി. നിങ്ങൾ ആലോചിക്കണം, നമ്മളൊക്കെ എഴുതുന്നത് 4 പേപ്പേഴ്സിൽ 2 പേപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻസിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്തു, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട പേപ്പറിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഏതൊക്കെയാണ് 5 പേപ്പേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പേപ്പർ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പ്രൊഫഷണലാണ്, പ്രീവിയസ്ലി നോൺ ആസ് AAA, അതായത് അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. രണ്ടാമത് വന്നിട്ടുള്ളത് കോർപ്പറേറ്റ് ഫിനാൻസ് പ്രൊഫഷണൽ, അതായത് പണ്ടത്തെ AFM. മൂന്നാമതായിട്ട് നമുക്ക് പുതിയൊരു പേപ്പർ വന്നിട്ടുണ്ട്, ഡാറ്റ സയൻസ് പ്രൊഫഷണൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ തന്നെ വലിയൊരു ചേഞ്ച് എന്ന് പറയാനുള്ളത്. പിന്നെ 4ാമത്തെ പേപ്പർ AFM തന്നെയാണ്, അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, പെർഫോമൻസ് ആൻഡ് ഇൻസൈറ്റ്സ് പ്രൊഫഷണൽ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ 5ാമത്തെ പേപ്പർ വന്നിട്ടുള്ളത് ടാക്സ് അഡ്വൈസർ പ്രൊഫഷണൽ. അപ്പോൾ ഈ 5 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് 3 പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് എഴുതാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എത്തിക്കൽ സസ്റ്റൈനബിൾ ലീഡർഷിപ്പ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ACC അഫിലിയേറ്റ് ആയി. ആക്ച്വലി ഈ മൊഡ്യൂൾസിനൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. EPSM എന്ന പേരിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എത്തിക്സ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഈ 3 മൊഡ്യൂളിനും കൂടി ഒരു സിംഗിൾ മൊഡ്യൂളായിട്ട് നമുക്കൊരു സിംഗിൾ ഫീസ് അടച്ചാൽ മതി. പക്ഷേ പുതിയ സിലബസ് പ്രകാരം ഈ ഒരു മൊഡ്യൂളിനെ നമ്മൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഫീസും അതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോഴും ഈ മൊഡ്യൂളും കൂടി അതിൻ്റെ ഒപ്പം പഠിച്ചു പോകണമെങ്കിൽ അത്രയും നോളജ് നമുക്ക് കിട്ടും. അതായത് K ലെവൽ കഴിഞ്ഞ ഉടനെ നമ്മളിപ്പോൾ ഈ ഒരു മൊഡ്യൂളും കൂടി പഠിക്കുകയാണ്, സ്കിൽ ലെവൽ കഴിഞ്ഞ ഉടനെ ആ മൊഡ്യൂൾ പഠിക്കുകയാണ്. അപ്പോൾ ഓരോ പേപ്പറിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു പോവുക. സോ നമുക്കിനി ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചേഞ്ച് വന്നിട്ടുള്ളത് ടോട്ടൽ 13 പേപ്പേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 11 പേപ്പേഴ്സേ ഉള്ളൂ. രണ്ടാമത്തെ ചേഞ്ച് വന്നിട്ടുള്ളത് EPSM എന്ന് പറഞ്ഞ ഒരു സിംഗിൾ മൊഡ്യൂൾ മാറ്റിയിട്ട് 3 മൊഡ്യൂൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. മൂന്നാമത്തെ ചേഞ്ച് വന്നിട്ട് നമ്മുടെ PM-ഉം APM-ഉം മാറ്റിയിട്ട് അതിൻ്റെ ഒപ്പം ഡാറ്റ അനലിസ്റ്റും കൂടി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിലബസിൽ. നാലാമത്തെ ചേഞ്ച് ഡാറ്റ സയൻസ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ P ലെവൽ ഒരു പേപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് 2027 ACCയുടെ സിലബസിൽ വരുന്ന ഒരു ചേഞ്ചസ്. അപ്പോൾ നമുക്കിനി ഇതിൽ എൻ്റെ ഒരു ഇൻസൈറ്റ് പറയാം. ഫസ്റ്റ് തന്നെ BT എടുത്ത് കളഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം BT എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ACCA പേപ്പറായിട്ട് പഠിക്കാനുള്ള ഒന്നുമില്ല. അത് ജസ്റ്റ് ഫൗണ്ടേഷൻ, വളരെ ബേസിക് ആയിട്ട് കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ജസ്റ്റ് പഠിച്ചാൽ മതി. അത് നമ്മൾ ഈ മൊഡ്യൂളിലൂടെ പഠിക്കുമല്ലോ.
അല്ലാതെ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വലിയൊരു എമൗണ്ട് ഫീസും അടച്ച് അത് പോയി എക്സാം എഴുതേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ പി.എം മാറ്റിയിട്ട് അതിൽ ഡാറ്റ അനലിസ്റ്റും കൂടി കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമായി. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇഷ്ടം പോലെ ഡാറ്റയാണ്. എവിടെ നോക്കിയാലും കുറേ ഡാറ്റയാണ്. പിന്നെ ഓരോ കമ്പനീസിലും ഒരുപാട് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട എന്താണെന്ന് എടുക്കാനും അങ്ങനത്തെ പരിപാടികൾ നമുക്ക് ഈ ഒരു ഡാറ്റ അനലിസ്റ്റ് പഠിക്കുന്നതിലൂടെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ACCA സിലബസിൽ കൊണ്ടുവന്നു. CA അത് ഇതുവരെ അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പലരും ഡാറ്റ അനലിസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ക്യാഷ് മുടക്കി ബാംഗ്ലൂർ അവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മുടെ സിലബസിൽ ഒരു എൻട്രി ലെവലായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇൻ കേസ് ഡാറ്റ അനലിസ്റ്റ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബേസ് ആണല്ലോ. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ പ്രൊഫഷണൽ പേപ്പേഴ്സിൽ നമ്മൾ 3 എഴുതുന്നത് എനിക്ക് അത്ര പറ്റിയില്ല. കാരണം 4 തന്നെ എഴുതുന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ 2 മാൻഡറ്ററി ആയിട്ടുള്ള പേപ്പറും പുതിയതായിട്ട് വന്നിട്ടുള്ള ഡാറ്റാ സയൻസ് പ്രൊഫഷണൽ മാത്രമേ എടുക്കുന്നുള്ളൂ തീരുമാനിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ AAA, AFM ഈ സംഭവങ്ങളൊക്കെ അവിടെ സൈഡായി പോയി. അപ്പോൾ പുതിയ പേപ്പർ കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമായി. പക്ഷേ ആക്ച്വലി നമുക്ക് 5 ഓപ്ഷനിൽ നിന്ന് 3 എഴുതണം, അങ്ങനെ ആക്കണമായിരുന്നു. നമ്മൾ എഴുതേണ്ട എക്സാംസിൻ്റെ എണ്ണം കൂട്ടണമായിരുന്നു. നിങ്ങളിത് ഒരിക്കലും ഇവനെന്താ ഈ പറയുന്നത്, നമുക്ക് 11 എഴുതുകയാണെങ്കിൽ അതല്ലേ ലാഭം, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഓരോ കാര്യം പഠിക്കുന്നത് അതിൻ്റെതായ ഉദ്ദേശത്തിലൂടെ ആയിരിക്കുമല്ലോ. AFM പഠിക്കാത്ത അല്ലെങ്കിൽ AAA പഠിക്കാത്ത അല്ലെങ്കിൽ 8X പഠിക്കാത്ത ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഈ ഫീൽഡിൽ നമ്മൾ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക? അപ്പോൾ ACCA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യത്തോടെ എടുക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവും. ഇനി ഇത് ആരൊക്കെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. കറൻ്റ്ലി കേരളയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ചിലപ്പോൾ 2027 സെപ്റ്റംബറിലൊക്കെ അവർ പ്രൊഫഷണൽ പേപ്പേഴ്സൊക്കെ എഴുതുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 പേപ്പേഴ്സാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ACCA അഫിലിയേറ്റ് ആവും. അതിന് പകരം 4ാമത്തെ പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോ ലെവലും പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഇതെങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ACCA തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ചേഞ്ച് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കയറി നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. നല്ല ചേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ACCA സ്റ്റുഡൻസിന് ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ജോബിൽ എൻട്രി ലെവലൊക്കെ നല്ലൊരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലാണ് പുതിയ സിലബസ് ഉള്ളത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.